മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അറസ്റ്റിലായ വട്ടപ്പാറ സ്വദേശി പാസ്റ്റർ ആൽബിനെ വിട്ടുകിട്ടാൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുമെന്ന് മന്ത്രി GR അനിൽ. ആൽബിന്റെ വസതിയിലെത്തിയ മന്ത്രി മാതാവ് ഗ്ലോറിയയെയും കുടുംബാംഗങ്ങളെയും കണ്ട് സാധ്യമായ എല്ലാ നിയമസഹായങ്ങളും ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകി. അദ്ദേഹത്തിൻ്റെ ഭാര്യ 3 മക്കൾ, ആ 4 പേരെയും ഒരുമിച്ചാണ് ബജറംഗ് ദൾ പ്രവർത്തകർ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുടുംബം ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇന്നലെ ആ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും മോചിതമായി. എന്നാൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഈ വിഷയം കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാതാവ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ CMൻ്റെ ഓഫീസിൽ CMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്നലെ വൈകുന്നേരം തന്നെ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആൽബിൻ ഒരു സാധാരണ കുടുംബം. ആൽബിനോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നിരവധിയായ പാസ്റ്റർമാർ ഈ UPയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അവരെല്ലാം മാനസികമായി വല്ലാത്ത ഉത്കണ്ഠയിലാണ്, വിഷമത്തിലാണ്. അവർ ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെയും മുന്നിലേക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മതപരിവർത്തന പ്രവർത്തനങ്ങളിലേക്കല്ല, വിശ്വാസി എന്ന നിലയ്ക്ക് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. നിർഭൻ ചേരുകയാണ്. നിർഭൻ, മലയാളികൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണ്, ജയിലിലാവുകയാണ്. ഇപ്പോൾ വട്ടപ്പാറ സ്വദേശിയായിട്ടുള്ള പാസ്റ്ററാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ അറസ്റ്റിലായിട്ടുള്ളത്. അവിടേക്ക് മന്ത്രി GR അനിൽ എത്തുന്നു. എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, രാജ്യത്താകെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതര മതവിശ്വാസികളെ, അതായത് മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംഘപരിവാർ സംഘടനകളുടെ സംഘടിതമായ ആക്രമണം തുടരുകയാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വട്ടപ്പാറ കല്ലയം പള്ളിമുക്ക് സ്വദേശിയായിട്ടുള്ള ആൽബിൻ ഇപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്തത്. ഇത് ബജറംഗ് ദളിന്റെ പ്രവർത്തകർ പോലീസുമായി എത്തിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അവരെ തടവിലാക്കി കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കുടുംബത്തെ ഒന്നിച്ച് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവരെ ആകെ തടഞ്ഞു വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. രാത്രിയോടുകൂടി കുടുംബാംഗങ്ങളെ വിട്ട ശേഷം അദ്ദേഹത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് കാൺപൂരിലെ ജയിലിലേക്ക് മാറ്റി. അത് ജയിൽ കുറ്റമായി പറയുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ആൽബിൻ ശ്രമിച്ചു എന്നതാണ്. പക്ഷേ അതല്ല വസ്തുത. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി GR അനിൽ ആൽബിന്റെ വീട്ടിലെത്തി മാതാവ് ഗ്ലോറി അടക്കമരുമായി സംസാരിച്ചിരുന്നു. അവരടക്കം എല്ലാവരും പറയുന്നത് ഇക്കാര്യത്തിൽ അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന അതാണ് ആൽബിൻ വർഷങ്ങളായി കുടുംബമായി അവിടെ താമസിക്കുന്ന ആളാണ്. ആൽബിനൊപ്പം തന്നെ സമീപ പ്രദേശത്ത് നിരവധി പാസ്റ്റർമാർ ആ പ്രദേശത്തൊക്കെ തന്നെ സുവിശേഷ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇത് ബോധപൂർവം ഈ സംഘപരിവാറിന്റെയും ബജറംഗ് ദളിന്റെയും പ്രവർത്തകർ ഇതര മതവിശ്വാസികളെയും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ, ക്രിസ്ത്യൻ മതവിശ്വാസികളെയും അവരുടെ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും പള്ളികൾ ആക്രമിക്കുക, ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ആക്രമിച്ച് അവരെ ഇങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന കുറ്റം ആരോപിക്കുന്നു. ആ കുറ്റം ഈ ബജറംഗ് പ്രവർത്തകർ ആ കുറ്റം ആരോപിച്ചാൽ ആ കുറ്റത്തിൽ തന്നെ പോലീസ് കേസെടുക്കുന്നു. തുടർന്ന് അവരെ തടവിലാക്കുന്ന സ്ഥിരം കാഴ്ചയാണ്. അങ്ങനെ ആ കേസിൽ ഒരു ഇര കൂടി ഇപ്പോൾ വട്ടപ്പാറ കല്ലയം പള്ളിമുക്ക് സ്വദേശി ആൽബിനും കൂടി അങ്ങനെ പ്രതിസ്ഥാനത്താകുന്ന അവസ്ഥയാണ്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് മന്ത്രി GR അനിൽ പറഞ്ഞത്. GR അനിൽ കഴിഞ്ഞ ദിവസം ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട ആശ്വാസം, അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുമെന്ന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയോട് ഇന്നലെ വൈകിട്ടോട് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് അടിയന്തരമായി പെടുത്തി. ഇക്കാര്യങ്ങളിൽ വേണ്ട നിയമസഭാ സഹായം എങ്ങനെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ആ നടപടികളുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി GR അനിൽ ഇന്ന് രാവിലെ പ്രതികരിച്ചത്. നൃപൻ, നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനും മതത്തിൽ വിശ്വസിക്കാനും നമുക്ക് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ജാമ്യമില്ലാ കുറ്റത്തിലാണ്. പലപ്പോഴും മാസങ്ങളോളം ഇവർ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഈ നാട്ടിലെ, അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒരാളും സഹായിക്കാനില്ലാത്ത ഏറ്റവും ട്രൈബൽ മേഖലയിലാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോരുമില്ലാതെ ഒരാളും ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്നു എന്നൊരു പരാതി കൊടുക്കാൻ പോലും അവകാശമില്ലാത്ത ഏറ്റവും
പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അവർക്ക് വിദ്യാഭ്യാസവും അവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യവും അവർക്ക് ജീവിത സാഹചര്യവും അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ മനുഷ്യരെ സഹായിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്, അവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ സഹായിക്കുകയുമില്ല, ഈ മറ്റാരും അവരെ സഹായിക്കാനും പാടില്ല എന്നൊരു നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയും സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരുകളും എല്ലാ കാലത്തും എടുക്കുന്നത്. അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇത്തരത്തിൽ മലയാളികളടക്കമുള്ള ഈ സുവിശേഷ പ്രവർത്തകർ അറസ്റ്റിലാകുന്നത്.